ചെറിയൊരു വാർത്ത കാട്ടിത്തരാം. അത് കണ്ടിട്ടെങ്കിലും ഈ അടിമ മനോഭാവം വേണമോ എന്നൊന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ്. തിരുപ്പതി തിരുമലയിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം 6 തിരുമല ദേവസ്ഥാനത്തുണ്ടായ തിരക്കിലാണ് സ്ത്രീ ഉൾപ്പെടെയുള്ളവർ മരിച്ചത്. 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവിടെ പുറ്റിങ്ങിലും പുല്ലുമേടുമുണ്ടായി. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ല, ഇതങ്ങ് തിരുപ്പതിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തിക്കും തിരക്കുമാണ്. ഭക്തർ കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ശക്തിയുള്ള ദൈവമാണ് അകത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനുള്ള അവകാശവും നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒന്ന് നോക്കി, 6ഓളം പേർ മരണപ്പെട്ട സന്ദർഭത്തിൽ പുറത്തു വന്ന വാർത്തയാണ്. ഈ 6 പേർക്ക് തിരുപ്പതിയിലെ ദൈവം ഒപ്പം ഇല്ലായിരുന്നു. പക്ഷേ നിങ്ങൾ പിന്നെയും കരുതുന്നുണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് ദൈവം എനിക്കൊപ്പം ഉണ്ടെന്ന്. കാര്യം ഇന്ന് നിങ്ങളെ ദിവസം അല്ലായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ ആ ദൈവത്തെ കാണാൻ വന്ന വ്യക്തികൾ ഈ രീതിയിൽ ദയനീയമായിട്ട് ജീവൻ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ മൗനിയായിട്ടിരിക്കുന്ന ഒരു ദൈവം, പ്രതികരിക്കാൻ പറ്റാത്ത ദൈവം, ഒന്ന് ഇടപെടാനോ ആ ജീവനുകളെ രക്ഷിക്കാനോ കഴിയാത്തൊരു ദൈവം അതുണ്ടെന്ന് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത ഇവിടെ നിൽക്കുന്നു എന്ന് ഒന്ന് പുനഃപരിശോധിച്ച് നോക്കിയേ. ഇതൊക്കെ വേണ്ടാന്നല്ല, ഇതെല്ലാം വേണം. പക്ഷെ അതിനകത്തിരിക്കുന്നതിന് എന്തോ ശക്തി ഉണ്ടെന്ന് വിചാരിക്കുന്ന നിങ്ങൾ, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന നിങ്ങൾ, ഈ ഒരു സംവിധാനത്തെ വേറെ എവിടെയെങ്കിലും നടന്നെങ്കിൽ തടഞ്ഞില്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു. സ്വന്തം കണ്ണിൻ്റെ മുന്നിൽ സ്വന്തം നടയിൽ നടക്കുന്ന സന്ദർഭത്തിൽ ആരാണ് രക്ഷിക്കേണ്ടത്? അതിൻ്റെ ഉത്തരവാദിത്വം അവിടെ നിൽക്കുന്നവർക്കും പോലീസുകാർക്കും ഫയർഫോഴ്സിനൊക്കെ ആയിരിക്കും. ദൈവത്തിനൊരു ഉത്തരവാദിത്വമില്ല. വരണവൻ ചാവോ പോവോ എന്ത് വേണോ ചെയ്തോട്ടെ എന്നതായിരിക്കണം. വയനാട് ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ദൈവമില്ലാത്ത മനുഷ്യരെ നമ്മൾ കണ്ടു. എന്നിട്ടും പഠിക്കുന്നില്ല. എല്ലാം കൂടി അവിടെ ചെന്ന് ഇടിച്ചു കയറി. ആ മരണപ്പെട്ട മനുഷ്യരെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ, അവരുടെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നോക്കിയേ. തലനാരിഴയ്ക്ക് നിങ്ങൾ രക്ഷപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ഈ അവസ്ഥ ഉണ്ടായേനെ. നാളെ ഉണ്ടാകില്ലെന്നല്ല. ആനയെ പൊക്കി പിടിച്ചുകൊണ്ട് വിശ്വാസം എന്ന പേരിൽ നടക്കുമ്പോൾ പലയിടങ്ങളിലും ആന ചവിട്ടിക്കൊല്ലുന്നവരുണ്ട്. ആ പോയവരെക്കുറിച്ച് നിങ്ങൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്ന വീണ്ടും ഒരു ബിംബമുണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പിറകിലൂടെ കുറേ കഥകൾ പരസ്യങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും സിനിമകളിലൂടെയും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇല്ലാത്തതെന്തോ ഉണ്ട് എന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് പഠിപ്പിച്ച് വെച്ചതിന് ശേഷം അവിടെ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ കാണുമ്പോൾ ഒരല്പമെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ, ചിന്തിക്കാൻ കഴിയുമെങ്കിൽ, ഇവിടെ നടക്കുന്നത് തടയാൻ പറ്റാത്തൊരു വ്യക്തിക്ക് മറ്റെവിടെയെങ്കിലും നടക്കുന്നത് തടയാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പോൾ നിങ്ങളാണ് ഒരു വ്യക്തിയെന്ന് ഉദാഹരണത്തിന് ചിന്തിക്കുക. നിങ്ങളെ കാണാൻ വരുന്ന വ്യക്തി, ആ വ്യക്തിക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഉടനടി ഇടപെടുമോ ഇല്ലയോ? ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ചലിക്കാൻ ശേഷിയില്ലാത്ത, സംസാരിക്കാൻ ശേഷിയില്ലാത്ത, പക്ഷേ കഥകൾ ഒരുപാട് നിങ്ങളെക്കുറിച്ച് പുറത്തേക്ക് പ്രചരിക്കുന്ന വ്യക്തിയായിരിക്കും. മനസാക്ഷിയുള്ള, മനുഷ്യത്വമുള്ള, പ്രതികരിക്കാൻ ശേഷിയുള്ള, കാണാൻ വന്നവരോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉടനടി എന്ത് ചെയ്യും? അവരെ ആ സ്പോട്ടിൽ നമ്മൾ ഇറങ്ങി രക്ഷപ്പെടുത്തും. അത് ഇവിടെ ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. ഒറ്റ കാരണമേ ഉള്ളൂ, കഥകൾക്കപ്പുറം അവിടെ ഇരിക്കുന്നതെല്ലാം നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞു വെച്ച കുറേ കഥകൾക്കപ്പുറം അതൊരു വിഗ്രഹം മാത്രമാണ്. ഈ ലോകത്ത് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ചലിക്കാത്ത വസ്തുക്കൾക്ക് സമാനമാണ് അകത്തിരിക്കുന്നത്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയുണ്ടാക്കി കുറേയേറെ പേർ നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസയെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു എന്നതിനപ്പുറം ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന, പ്രതിസന്ധി എന്നും പറയാൻ പറ്റില്ല, അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം കൺമുന്നിൽ കണ്ടിട്ടും ഇടപെടാതെ ഇരിക്കുന്ന വ്യക്തിയെ എങ്ങനെ? ആ പറയുന്ന ദൈവത്തെ കാണാൻ വന്ന വ്യക്തിക്കാണ് ഈ ഗതികേട് വന്നത്. അവരോട് ഈ ക്രൂരതയാണെങ്കിൽ, അതും ഈ തിക്കിനും തിരക്കിനും ഇടയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ എത്രമാത്രം ദയനീയമാണെന്ന് ആലോചിച്ച് നോക്കും. അതിനകത്തിട്ട് എത്രയോ പേർ ചവിട്ടി മെതിച്ച് 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 മരണം എന്ന് പറഞ്ഞാൽ അതിദയനീയ മരണമാണ്. അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തി വിശാല ഹൃദയനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നേരം വെളുക്കില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ.